ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിവിഡൻഡ് ഇൻവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പറ്റിയൊരു സ്റ്റോക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതിന് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ട് ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് വർക്ക് ചെയ്യത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഹ്യൂജ് ആയിട്ടുള്ള വെൽത്ത് ക്രിയേഷൻ നടക്കത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കണക്കിന് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ടൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ലോങ് ടൈമിൽ ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് വർക്ക് ചെയ്യുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെത്തേഡും അതിന് പറ്റിയിട്ടൊരു സ്റ്റോക്കും ഇപ്പം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ലാസ്റ്റ് വരെ കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി നമ്മൾ ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് എന്ന് കേൾക്കാൻ നേരത്തെ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കഥ എന്താണ്, ഫസ്റ്റ് സ്റ്റോറി എന്താണ്? വാറൻ ബഫറ്റ് കുറേ വർഷങ്ങൾക്ക് മുന്നായിട്ട് ഇത്ര കോടി രൂപ അല്ലെങ്കിൽ ഇത്ര കോടി ഡോളേഴ്സ് കൊക്കക്കോള എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ എമൗണ്ടിൻ്റെ തത്തുല്യമായിട്ടുള്ളൊരു എമൗണ്ട് പുള്ളിക്ക് ഇന്ന് അതിൽ നിന്ന് ഡിവിഡൻഡ് ആയിട്ട് തന്നെ കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിയും കേട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എന്താണ്, ഇന്നൊരു സ്റ്റോക്ക് മേടിച്ചിടുകയാണെങ്കിൽ ഇത് നമുക്ക് ലോങ് ടൈമിൽ പാസീവ് ഇൻകം വെൽത്ത് ജനറേറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മാസം കിട്ടുന്ന അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിലും തരുന്ന ഡിവിഡൻഡ് മാത്രം മതിയാകും നമ്മുടെ ദൈനംദിന ചിലവുകൾ മീറ്റ് ചെയ്ത് പോകാനെന്നാണ് നമ്മൾ പേഴ്സണലി വിചാരിക്കുന്നത്. പക്ഷേ അതും കണ്ടോട്ട് നമ്മൾ പോയിട്ട് ഓരോ സ്റ്റോക്കുകൾ മേടിച്ച് വെക്കുന്നു. ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് വയ്ക്കൊണ്ടുമിരിക്കും. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്. അത് വെച്ച് നമ്മളെ ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു പാസീവ് ഇൻകം എന്നുള്ള രീതിയിൽ നമ്മളത് കണക്കാക്കാൻ നേരത്ത് അത് വളരെ ചെറിയ എമൗണ്ട്, നമ്മുടെ കാര്യങ്ങളൊന്നും നടന്ന് പോകത്തുമില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് നമ്മളെല്ലാവരും നേരിടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓർക്കേണ്ട ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഡിവിഡൻഡ് എന്ന് പറയുമെങ്കിലും കമ്പനീസിൻ്റെ ഡിവിഡൻഡിൻ്റെ നമ്പേഴ്സ് കാണിക്കുന്നതിൽ ഒരുപാട് ജാർഗൺസ് ഉണ്ട്, കുറച്ചധികം ഡിവിഡൻഡ് റേഷ്യോസ് ഉണ്ട്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. അതായത് നമ്മളൊരു കമ്പനിയുടെ ഡീറ്റെയിൽസ് സ്ക്രീനർ പോലെയുള്ള വെബ്സൈറ്റിനകത്ത് നമ്മൾ നോക്കാൻ നേരത്ത് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ പറ്റും. നമ്മൾ താഴോട്ട് വരാൻ നേരത്ത് നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു പെർസെൻറ്റേജ് കാണാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ന്യൂസിൻ്റെ അകത്തൊക്കെ വരാൻ നേരത്ത് പലപ്പോഴും പല കമ്പനികൾ 200% ഡിവിഡൻഡ്, 300% ഡിവിഡൻഡ്, അല്ലെങ്കിൽ 1000% ഡിവിഡൻഡ്, ഈ രീതിയിലൊക്കെ ഒരുപാട് ഡിവിഡൻഡുകൾ നിങ്ങൾ കാണാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂസ് കട്ടിങ്സ് നിങ്ങൾ കാണാറുണ്ട്. നിങ്ങൾ ഇതും കണ്ടിട്ട് പോയിട്ട് ആ സ്റ്റോക്ക് മേടിക്കാം. കാരണം ഞാൻ ഇതുപോലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പണ്ട് എൻ്റെ സ്റ്റാർട്ടിങ് ടൈം ഫ്രെയിമിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു കമ്പനിയുടെ പരസ്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂസ് ഇങ്ങനെയാണ് വന്നേക്കുന്നത്, 60% ഡിവിഡൻഡ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഇതിൻ്റെ അകത്ത് 100 രൂപ ഇടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എനിക്ക് 60 രൂപ ഡിവിഡൻഡ് ആയിട്ട് തന്നെ കിട്ടത്തില്ല എന്ന് ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ട് പോയിട്ട് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. പിന്നീടാണ് ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അന്നത്തെ കാലത്ത് എൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള ഒരു കാര്യം പറഞ്ഞാണ്. അപ്പോൾ എന്താണ് ഈ ഡിവിഡൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്? നോർമലി കമ്പനികളുടെ ഡിവിഡൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഫേസ് വാല്യൂവിലാണ് അസസ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനിയിൽ ഇപ്പോൾ നോക്കുക, ഇവരുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 റുപ്പീസാണ് ഇവരുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി 100% ഡിവിഡൻഡ് തരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി 10 രൂപ വരെ ഡിവിഡൻഡ് തരുന്നതെന്നാണ് അർത്ഥമാക്കുന്നത്. ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് എത്ര തന്നെ ആയിക്കോട്ടെ, കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്ര തന്നെ ആയിക്കോട്ടെ, ഡിവിഡൻഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് നമുക്ക് ന്യൂസിൽ കാര്യങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത് ഈ ഫേസ് വാല്യൂവിലാണ്. ചില കമ്പനിക്ക് ഫേസ് വാല്യൂ 10 ആയിരിക്കും, ചില കമ്പനിക്ക് 5 ആയിരിക്കും, ചില കമ്പനിക്ക് 2 ആയിരിക്കും, ചില കമ്പനിക്ക് 1 ആയിരിക്കും. 1 ഏറ്റവും മിനിമം പോകാൻ പറ്റുന്നത്, 10 ലിസ്റ്റഡ് കമ്പനീസിൽ ഏറ്റവും മാക്സിമം പോകാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കമ്പനി 100%, ചിലപ്പോൾ കമ്പനികൾ നമുക്ക് കാണാൻ പറ്റും 1000% ഡിവിഡൻഡ്. 1000% ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ 1ൻ്റെ 1000% എന്ന് പറഞ്ഞാൽ 10 രൂപ ഡിവിഡൻഡ് വരുന്നതിനായിരിക്കും ഇവരിങ്ങനെ പൊലിപ്പിച്ച് പറയുന്നത്. ഇനി അതല്ലാതെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്ന സംഭവമുണ്ട്, അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് പെർസെൻറ്റേജ് ഉണ്ട്. അതാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ഇതെന്താണ് സംഭവം? അതായത് ഈ കമ്പനി ഓരോ വർഷവും അവരുടെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തേക്കുന്നതെന്നാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി അതേ കണക്ക് തന്നെ ഡിവിഡൻഡ് പേ ഔട്ടിൻ്റെ എമൗണ്ടിൽ നമുക്കിത് പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയെ തന്നെ എടുക്കാം. ഇവരിപ്പോൾ ഏകദേശം നെറ്റ് പ്രോഫിറ്റ് 2023 മാർച്ച് വരെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 63 കോടി രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഇപ്പോൾ 9% ആണ്. ഞാൻ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 10% എന്ന് വയ്ക്കുക. അപ്പോൾ 10% എന്ന് വിചാരിക്കാൻ നേരത്ത് ഇതിൻ്റെ 10% അവർ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം 10% 6.3 കോടി രൂപ വരും. അപ്പോൾ ഈ 6.3 കോടി രൂപേനെ നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് എമൗണ്ട് എന്ന് പറയും. ഇത്രയും എമൗണ്ട് അവർ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ്. ഇനി ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറഞ്ഞുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് പർട്ടിക്കുലർ എമൗണ്ട് തന്നെ ആയിരിക്കും പറയുന്നത്. ചില കമ്പനികൾ നമ്മൾ കേൾക്കുന്നതായിരിക്കും അവർ 100 രൂപയുടെ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തു, അല്ലെങ്കിൽ 200 രൂപയുടെ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നു. നമ്മൾ പോയിട്ട് ഓടിക്കയറി ഷെയർ മേടിക്കുന്നു. ഷെയർ മേടിക്കാൻ നേരത്താണ് ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 10,000 രൂപ 20,000 രൂപ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ മേടിച്ചതിന് ശേഷം ആ ഷെയർ പ്രൈസ് 2% ഇടിയുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ബാലൻസ് ആവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കത്തില്ല. അപ്പോൾ പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈൽഡാണ്. ആക്ച്വലി നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഡിവിഡൻഡ് ഈൽഡാണ്. എന്താണ് ഡിവിഡൻഡ് ഈൽഡ്? അതായത് കമ്പനിയുടെ
ഷെയർ പ്രൈസ് വെച്ച് നമ്മൾ നോക്കാൻ നേരത്ത് എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ഈ ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നതെന്നാണ് ഈ കാണിച്ചേക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഡേറ്റ് ആണ്. അതായത് ഒരു ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ സ്ക്രീനർ പോലെയുള്ള വെബ്സൈറ്റിന് ഇതിൻ്റെ അകത്ത് ഇത് അപ്ഡേറ്റ് ആവത്തില്ല. അനൗൺസ് ചെയ്ത് അത് കിട്ടി അടുത്ത ക്വാർട്ടറിൽ റിസൾട്ട് വന്ന് അവരുടെ നമ്പേഴ്സ് അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ മാത്രമേ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും നമുക്ക് എന്താ പറയുക, റിലേ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ചേക്കാൻ വേണ്ടി ഉള്ള ഒരു കാര്യമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതിയാകും. ഇനി ആക്ച്വലി കമ്പനീസ് ഡിവിഡൻഡ് തരുന്നത് നമുക്ക് നല്ലതാണോ, ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് നല്ലതാണോ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനി ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാൻ നേരത്ത് അത് എല്ലാവർക്കും അറിയാമെങ്കിൽ ആ കമ്പനിയുടെ ഡിവിഡൻഡ് ഇപ്പോൾ ഒരു നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും നോട്ടീസ് പോകുന്നുണ്ട്. ഷെയർ മാർക്കറ്റിൻ്റെ അകത്തുള്ള എല്ലാവരും അത് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ അത് ചർച്ചയാവുന്നുണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അത് സംസാരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് നമുക്കിനി വലിയ പൈസയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെച്ചേക്കാം. ഒരു ന്യൂസ് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂസ് അറിയുന്ന ഏറ്റവും അവസാനത്തെ വ്യക്തിയാണ് നമ്മളെന്ന് എപ്പോഴും സ്വയം വിചാരിക്കണം. അപ്പോൾ ആ അവസാനം ആ കാര്യം അറിഞ്ഞുകൊണ്ട് എനിക്കിതിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള അഡ്വാൻറ്റേജും ഇല്ലയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് നടക്കത്തില്ല എന്ന് നമുക്ക് പറയാം പറ്റും. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനി ഡിവിഡൻഡ് തന്നു, ഓക്കെ, ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജിന് ഡിവിഡൻഡ് തന്നു, ഇതൊരിക്കലും ഒരു ഫ്യൂച്ചർ ഗ്യാരണ്ടി അല്ല. മുന്നോട്ട് പോകുമ്പോഴും ഇത്ര പെർസെൻറ്റേജിൻ്റെ തന്നെ ഡിവിഡൻഡ് ഈ കമ്പനി തരണമെന്ന് നമുക്ക് ഒരു രീതിയിലും നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. ചില PSU കമ്പനീസൊക്കെ നമ്മൾ നോക്കാൻ നേരത്ത് അവർ ചിലപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എപ്പോഴും ഡിവിഡൻഡ് തരാറുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഡിവിഡൻഡ് കിട്ടുന്നതുകൊണ്ട് ഗവൺമെൻറ് അതുകൊണ്ട് ഉപയോഗമുള്ളതുകൊണ്ട് അവർ അങ്ങനെ രീതിയിൽ ഡിവിഡൻഡ് തരുന്നതാണ്. പക്ഷേ ആ ഡിവിഡൻഡ് ആ രീതിയിൽ തരുന്നത് ആ കമ്പനീനെ ലോങ് ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഒരു കമ്പനി ഒരു 5 ടൈംസ് പ്രൈസ് ടു ബുക്കിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ആ കമ്പനിയുടെ ഒരു ടോട്ടൽ അവരുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഒരു 100 crore ആണ്. ആൻഡ് ആ 100 crore ബുക്ക് വാല്യൂയിൽ നിന്നുകൊണ്ട് കമ്പനി ട്രേഡ് ചെയ്യുന്നത്, അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 500 crore ആണ്. കമ്പനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 5 ടൈംസ് പ്രൈസ് ടു ബുക്ക് കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ നേരത്തെ കമ്പനിയുടെ 20% അസറ്റ് അവർ ക്യാഷ് ആയിട്ടാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ 20% അസറ്റ് അവരെന്ത് ചെയ്യുന്നു, മാർക്കറ്റിൻ്റെ അകത്ത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റ് ഇറക്കുന്നു. അതായത് ആ കമ്പനിയുടെ ടോട്ടൽ വാല്യൂയിൽ 20% എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനിയുടെ ബുക്ക് വാല്യൂ 100 rupees, 100 rupees-ൻ്റെ 20% എന്ന് പറയുമ്പോഴത്തേക്ക് മീൻസ് 100 crore, 100 crore-ൻ്റെ 20% എന്ന് പറയുമ്പോൾ 20 crore. 20 crore ഇതേ കണക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റേഴ്സിന്, ഇതിൻ്റെ അകത്തുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇതേ കണക്ക് ഈ 20 കോടി രൂപ ഈക്വലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്നു. പക്ഷേ ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 500 crore ആയിരുന്നു നേരത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതിൽ നിന്ന് ഇടിഞ്ഞിട്ട് അത് 400 crore വരുന്നു. കാരണം നേരത്തെ അവർക്ക് 5 ടൈംസ് ബുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. അതായത് ഉള്ള 20 കോടി രൂപയ്ക്ക് വാല്യുവേഷനായിട്ട് മാർക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നത് 100 കോടി രൂപയാണ്. അതിൽ നിന്നൊരു ഡ്രോപ്പ് സംഭവിക്കുന്നതായിരിക്കും. ഇനി അതല്ലെങ്കിൽ മാർക്കറ്റ് മിച്ചമുള്ള ആ ഒരു 80 കോടി രൂപയ്ക്ക് ഇതിന് വലിയ രീതിയിലുള്ള പ്രൈസ് ടു ബുക്ക് കൊടുത്ത്, കുറച്ചുകൂടെ ഹയർ പ്രൈസ് ടു ബുക്ക് കൊടുത്ത് മേലിലോട്ട് കൊണ്ടുവരേണ്ടിയിരിക്കും. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ആ ഷെയർ പ്രൈസ് അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. അതിനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം എപ്പോഴും ഒരു വലിയൊരു പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നത്, വലിയൊരു പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബുക്ക് വാല്യൂടെ നല്ലൊരു ശതമാനം ഡിവിഡൻഡ് ആയിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ അത് ആ ഡിവിഡൻഡിനനുസരിച്ചിട്ട് ഷെയർ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഷെയർ പ്രൈസിൻ്റെ അകത്ത് ഡ്രോപ്പ് കാണാൻ പറ്റും. പിന്നെ ബാക്കി മിച്ചം കിട്ടുന്ന എമൗണ്ട്, അതായത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ, ഇത് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ടു വെക്കാം. ലാസ്റ്റ് നമ്മൾ നോക്കാൻ നേരത്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 400 മാറും. അതിനുശേഷം 20 കോടി രൂപ നമുക്ക് എക്സ്ട്രാ ക്യാഷായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. മിച്ചമുള്ള, അതായത് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ 500 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 420 കോടി രൂപ നമ്മുടെ കയ്യിലുള്ളത്. 400 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലും ബാക്കി 20 കോടി രൂപ ക്യാഷായിട്ട്, ബാക്കി നമുക്ക് 80 കോടി രൂപയുടെ നഷ്ടമായിരിക്കും ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഞാൻ മൊത്തത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ പറഞ്ഞാണ്. ഇത് ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഡിവൈഡ് ചെയ്ത് വരാൻ നേരത്ത് പെർസെൻറ്റേജ് വൈസ് ഇത്രയും നഷ്ടം നമുക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രോപ്പ്, അല്ലെങ്കിൽ ഈ രീതിയിലൊരു ഡ്രോപ്പ് ആയിരിക്കും നമുക്ക് നോർമലി കാണാൻ പറ്റുന്നത് വലിയ വലിയ ഡിവിഡൻഡുകൾ അനൗൺസ് ചെയ്യാൻ നേരത്ത്. ഇനി അതല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ചെയ്യുന്ന മാത്രം ഡിവിഡൻഡ് കൊടുത്തു പോകുന്ന PSU കമ്പനീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റ് കമ്പനീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അവിടെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രോബ്ലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്നാണ് ഈ ഡിവിഡൻഡ് വരുന്നത്, കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നല്ലേ എടുത്ത് തരുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റ് കമ്പനിയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കമ്പനി തന്നെ വച്ചിട്ട് അവരതിന് അടുത്ത പ്രാവശ്യം ബിസിനസ് റീഇൻവെസ്റ്റ് ചെയ്യണം. ബിസിനസ്സിൽ തന്നെ, ഈ ബിസിനസ് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റീഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് കുറേ കൂടെ എന്താ പറയുക, സെയിൽസ് കൂട്ടി നെറ്റ് പ്രോഫിറ്റ് കൂട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ കുറേ കൂടെ നല്ല വാല്യുവേഷൻ കിട്ടുകയും കുറേ കൂടെ ബിസിനസ് ഗ്രോ ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് കുറേ കൂടെ കമ്പനി ഗ്രോ ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേഷൻ നടക്കുന്നത്. അല്ലാതെ ആ പൈസ എല്ലാ മാസവും ഡിവിഡൻഡ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഡീഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ കമ്പനിയുടെ ഒന്നി മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റി ഇല്ലായ്മ, ഇനി അതല്ലെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് വളർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇനി സ്കോപ്പ് ഇല്ല, അവിടെ പെൻട്രേഷൻ ഫുൾ ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്
എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വർക്ക് ആവത്തില്ല. പിന്നെ എങ്ങനെയാണ് വർക്ക് ആവുന്നത്? നമ്മൾ വളരെ ലോങ് ടൈമിൽ വളരെ ചെറുതായിരിക്കുമ്പോഴേ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. ആ കമ്പനി ഇവിടെ നിന്നൊരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്നൊരു 1,00,000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനിക്കകത്ത് 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ കമ്പനി ഒരു 50x റിട്ടേൺസ് തന്നു. അതായത് അത് 50,000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനി ആയിട്ട് ഒരു 20-25 വർഷം കഴിയുമ്പോൾ മാറി എന്ന് വിചാരിക്കുക. അങ്ങനെ വരാൻ നേരത്ത് അത്രയും വർഷം കഴിയുമ്പോഴത്തേക്കും ആ കമ്പനി അന്ന് 2% ഡിവിഡൻഡ് ഈൽഡ് തന്നാൽ പോലും നിങ്ങൾക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത ഈ 1,00,000 രൂപ അന്ന് നിങ്ങൾക്ക് ഓരോ 3 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് ക്വാർട്ടർലി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മീൻസ് ക്വാർട്ടർലി ഡിവിഡൻഡ് ഈൽഡ് 2% ആണെങ്കിൽ, ഇനി അതല്ല അതിൽ കൂടി വലിയ എന്താ പറയുക റിട്ടേൺസ് തന്നു, ഇപ്പോൾ ഒരു 100x റിട്ടേൺസ് തന്ന ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1% ഡിവിഡൻഡ് ഈൽഡ് നിങ്ങൾക്ക് ക്വാർട്ടർലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ രീതിയിലൊക്കെയാണ് ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഇത്രയും വലിയ ടൈം ഫ്രെയിമിലെത്തേക്ക് നിങ്ങളൊരു കമ്പനീനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് അൾട്രാ റിസ്ക് ആയിട്ടുള്ള സംഭവമാണ്. അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് വളരെ ലാർജ് ക്യാപ്പ് ടൈപ്പ് സ്റ്റോക്കുകളിലാണ്. അപ്പോൾ ലാർജ് ക്യാപ്പ് ടൈപ്പ് സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത്രയും ലോങ് ടൈം ഹോൾഡ് ചെയ്താൽ പോലും ആ കമ്പനി ഒരിക്കലും 100x 50x ഒന്നും ആവത്തില്ല. 100x 50x ഒക്കെ ആയാൽ മാത്രമേ ചെറിയ പെർസെൻറ്റേജ് ഡിവിഡൻഡ് തന്നാൽ പോലും നമുക്കത് മീനിങ് ആയിട്ടുള്ള എമൗണ്ട് ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ എന്ത് ടൈപ്പ് കമ്പനീസ് ചൂസ് ചെയ്യണോ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്ത് ടൈപ്പ് കമ്പനീസ് ചൂസ് ചെയ്യണം? അത് വളരെ ലോങ് ടൈമിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഡിസ്റപ്ഷൻ്റെ ചാൻസ് ഏറ്റവും കുറവുള്ള ടൈപ്പ് കമ്പനി നമ്മൾ നോക്കണം. അത് എത്ര ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്താലും ആ കമ്പനി അല്ലെങ്കിൽ ആ ബിസിനസ് പൂട്ടിപ്പോകാൻ പാടില്ല. ഇന്നേന്നൊരു 50 വർഷം മുമ്പ് നോക്കിയാൽ അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടായിരിക്കണം. ഇനി 50 വർഷം മുന്നോട്ട് നമ്മൾ നോക്കിയാൽ അങ്ങനെ ഒരു ബിസിനസ് അവിടെ ഉണ്ടായിരിക്കണം. അതായത് പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും സസ്റ്റെയിൻ ചെയ്ത് തഴക്കവും വഴക്കവും ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിരിക്കണം. അതായത് പെട്ടെന്നൊന്നും പൂട്ടിപ്പോകുന്ന ടൈപ്പ് ഇൻഡസ്ട്രി ആവില്ലേ. നമ്മൾ എസ്പെഷ്യലി നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് FMCG ഒക്കെയാണ് അങ്ങനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒന്ന്. ഇനിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് വളരെ നല്ല ക്വാളിറ്റി പ്രൊമോട്ടേഴ്സ് ആയിരിക്കണം. അത് ഇത്രയും വർഷം വലിയൊരു ലോങ് ടൈം ബെറ്റ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ആ പ്രൊമോട്ടേഴ്സ് അത്രാണ്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് ആയിരിക്കണം. ഇനി ഈവൻ ദോ ആ പ്രൊമോട്ടർ ഇപ്പോൾ എന്താ പറയുക ഫസ്റ്റ് ജനറേഷൻ പ്രൊമോട്ടറാണ്, അവർ വയസ്സായി, അവർക്ക് ഇനി അത്ര 20 വർഷമൊന്നും അവർ ബിസിനസ് കൊണ്ടുപോകത്തില്ല എന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സെക്കൻഡ് ജനറേഷൻ അവരുടെ ആ ഒരു പ്രൊമോട്ടേഴ്സിനെ അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടോ, ആ കമ്പനിയുടെ അടുത്ത ജനറേഷൻ പ്രൊമോട്ടേഴ്സ് ആരാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെച്ചേക്കണം. ഇനി ഏതെങ്കിലും ഒരു വലിയൊരു ഇൻഡസ്ട്രി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള, അതായത് ഇപ്പോൾ ടാറ്റയുടെ കമ്പനി, മഹേന്ദ്രയുടെ കമ്പനി, അതല്ലെങ്കിൽ ഗോദ്രേജിൻ്റെ കമ്പനി, ബജാജിൻ്റെ കമ്പനി, ഇതുപോലെയൊക്കെയുള്ള ഒരു ഏതെങ്കിലും ഒരു വലിയ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണെങ്കിൽ അത്രയും നല്ലത്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ക്രെഡിബിലിറ്റി കിട്ടുകയാണ്. അത്രയും നല്ലൊരു പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണെന്നുള്ളൊരു ക്രെഡിബിലിറ്റി കൂടെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ആ ബിസിനസ്സിന് ഒരു പർട്ടിക്കുലർ മോട്ട് ഉണ്ടായിരിക്കണം. ആ മോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും വന്നിരുന്ന് ഡിസ്റപ്റ്റ് ചെയ്ത് കളയുക. ആദ്യം നമ്മൾ പറഞ്ഞത് സെക്ടർ മൊത്തത്തിൽ ഡിസ്റപ്റ്റ് ആയി പോകുന്നതാണ്. ഇപ്പോൾ ടെക്നോളജിക്കലി എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴത്തേക്കും ഡിസ്റപ്റ്റ് ആയി പോകുന്ന സെക്ടർ ആയിരിക്കാൻ പാടില്ല നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി അതേ കണക്ക് തന്നെ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് ഒരു മോട്ട് ഉണ്ടായിരിക്കണം. അതായത് ഇവരുടെ പ്രോഡക്റ്റ് ഇപ്പോൾ FMCG, ഇപ്പോൾ ഒരു സോപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയുക 50 വർഷം മുമ്പ് ഉണ്ടായിരുന്നൊരു സാധനം ഇനി മുന്നോട്ട് പോകുമ്പോഴും 50 വർഷം ശേഷം ഉണ്ടായിരിക്കാൻ പോകുന്ന ഒരു സാധനം. പക്ഷേ ഇതിൻ്റെ അകത്ത് കമ്പനീസ് മാറി വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കമ്പനീസ് മാറി വരാതെ, അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ എടുക്കുന്ന ഈ കമ്പനി ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ ആ കമ്പനിക്ക് ഒരു മോട്ട് ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമതെന്ന് പറയുന്നത് ആ സെക്ടർ തന്നെ മൊത്തത്തിലൊന്ന് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്ടർ ആയിരിക്കണം. ഓൾറെഡി ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, ഫുള്ളി പെനിട്രേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ബിസിനസ് ആയിരിക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൂത്ത് പേസ്റ്റ്. ഓൾറെഡി ഇന്ത്യക്കകത്ത് എല്ലാവരും തന്നെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ശതമാനം ആൾക്കാർ, 90% മേളിലോട്ടുള്ള ശതമാനം ആൾക്കാർ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ നേരത്ത് ഇത്ര ഉണ്ട് ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഗ്രോത്ത് വരുന്നതാണോ? 20 വർഷം ഹോൾഡ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ സെയിൽസ് 50 ടൈംസ് അല്ലെങ്കിൽ 50 ഇരട്ടി ആയിട്ട് മാറാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാൻ നേരത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ സെക്ടർ തന്നെ മൊത്തത്തിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ ആയിരിക്കണം. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ നേരത്ത് ഞാൻ കണ്ട ഒരു സ്റ്റോക്കാണ് അസോസിയേറ്റഡ് ആൽക്കഹോൾ. ഇത് എന്താ പറയുക ഒരു റിസഷൻ പ്രൂഫ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഇതിൻ്റെ അകത്തുള്ള മോട്ട് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. കസ്റ്റമർ സ്റ്റിക്നെസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇത് ഒരു അത്യാവശ്യം മാർജിനുള്ള ഒരു ബിസിനസ് കൂടെയാണ്. ഒരുപാട് ഗവൺമെൻറ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമെങ്കിൽ പോലും ഇത് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ്. വളരെ ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. പക്ഷേ ഷോർട്ട് ടൈമിൽ നമുക്ക് മൾട്ടിബാക്ക് റിട്ടേൺസ് ഒന്നും തന്നെ കിട്ടാത്തൊരു ബിസിനസ് മോഡലിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ നോക്കാൻ നേരത്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 1000 crore താഴെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ്. പ്രൈസ് ടു ബുക്ക് ആയാലും അല്ലെങ്കിൽ പ്രൈസ് ടു ഏർണിങ്സ് ആയാലും EV/EBITDA ആയാലും എല്ലാം തന്നെ റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യുവേഷനാണ് നമുക്ക് കമ്പനി ഇപ്പം കിട്ടുന്നത്. ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് റീസെൻ്റ് ആയിട്ട് കുറച്ചൊന്ന് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ നോക്കാൻ നേരം വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം FII ഹോൾഡിംഗ് കൂടുന്നുണ്ട്. കമ്പനി ഏറ്റവും എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ഡിവിഡൻഡ് വലിയ
പെർസെൻറ്റേജ് ഒന്നും അല്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ വർഷം കഴിയാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് അല്ലെങ്കിൽ 50x ഒക്കെ പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ബിസിനസ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തോന്നുന്നത്. കാരണം ഈ ഒരു ഇൻഡസ്ട്രി അങ്ങനെയാണ്. ഈ ഇൻഡസ്ട്രിക്കകത്ത് കമ്പനീസ് അങ്ങനെ പെട്ടെന്ന് പൂട്ടി പോകുന്നതല്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർക്ക് ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പറയുന്നത് എന്തിനാണ്, ഇത് ഡിവിഡൻഡ് ഇൻവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാതെ ഇത് മൾട്ടി ബാഗർ റിട്ടേൺസിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളവരുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ്. അത് 3%, 5% അല്ലെങ്കിൽ 10% താഴെ മാത്രമാണ് ഇപ്പോൾ ഇവർ ഡിവിഡൻഡ് കൊടുക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞ് ഇവരൊരു വലിയ കമ്പനിയായി, ഇവരൊരു 50,000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനിയൊക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ 10-20 വർഷം കഴിയാൻ നേരത്ത് അന്ന് അവർ കുറച്ചുകൂടെ വലിയ പെർസെൻറ്റേജിൽ ഡിവിഡൻഡ് കൊടുക്കും. കാരണം ഇപ്പോൾ അവരുടെ ചെറിയ ബേസ് എഫക്റ്റ് കാരണം അവർക്ക് കൂടുതൽ പൈസ റീഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ബിസിനസ് കൂടുതൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പെനിട്രേഷൻ ഹൈ ആയതിനു ശേഷം പിന്നെ അവർ ഇത്ര കണ്ട് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യത്തില്ല, മറിച്ച് ഉണ്ടാകുന്ന പൈസയിലൊക്കെ എന്ത് ചെയ്യും, അവർ കൂടുതലും ഡിവിഡൻഡ് ആയിട്ടൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് റണ്ണപ്പ് തന്നതുകൊണ്ട് തന്നെ അന്നൊരു നമുക്ക് 1%, 2% ഒക്കെ ഡിവിഡൻഡ് ഈൽഡ് കിട്ടുകയാണെങ്കിൽ പോലും അത് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ആയി മാറാൻ ചാൻസ് ഉള്ള, അതിന് വേണ്ടി പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സാണ്. അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രോബബിലിറ്റി ഉള്ള ഒരു കമ്പനി ആയിട്ടാണ് എനിക്ക് ഈ ഒരു കമ്പനി തോന്നുന്നത്. ആ പ്രോബബിലിറ്റിയുടെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇവരുടെ പ്രോഡക്റ്റുകളാണ്. ഇവരുടെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ അകത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പലതുമാണ് ഇവർ എന്താ പറയുക ഉണ്ടായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് അതിന് വേണ്ടിയിട്ട് ലോങ് ടേം കോൺട്രാക്റ്റുകളുണ്ട്, ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട്, ഇവരുടെ തന്നെ സ്പെഷ്യൽ ബ്രാൻഡുകളുണ്ട്, ഇവർ മറ്റുള്ളവർക്ക് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ബ്രാൻഡുകളൊക്കെ തന്നെ ഉള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കുക. അതുപോലെയുള്ള FMCG ടൈപ്പ് കമ്പനീസ്, വളരെ എന്താ പറയുക ഡിസ്റപ്ഷൻ ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ നമ്മൾ ഇതേ കണക്ക് വളരെ ലോങ് ടൈം ഇതിൻ്റെ അകത്തുനിന്ന് ഒരിക്കലും ഉടനെ റിട്ടേൺസ് പ്രതീക്ഷിക്കരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബൈ ചെയ്യുക, മറന്നു കളയുക, അതുപോലത്തെ ടൈപ്പ് സ്റ്റോക്കുകളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ, മക്കൾക്ക് ഇപ്പോൾ എന്താ പറയുക 5 വയസ്സായി അല്ലെങ്കിൽ 2 വയസ്സായി മേടിച്ചിടുക, അവർക്ക് 18 വയസ്സാകുമ്പോൾ 20 വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ മേടിച്ചിടാൻ പറ്റിയ ടൈപ്പ് ബിസിനസ്സുകളായിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള ബിസിനസ്സുകളെ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഒരിക്കലും നമുക്ക് ഫാസ്റ്റായിട്ട് റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ലോങ് ടൈമിൽ നമ്മൾ നോക്കാൻ നേരത്ത് പൂട്ടിപ്പോകാനുള്ള ചാൻസ് ഏറ്റവും കുറഞ്ഞ്, പക്ഷേ എന്നിരുന്നാൽ ബാക്കിയുള്ള ലാർജ് ക്യാപ്പ് വെച്ച് നോക്കാൻ നേരത്ത് അവരെക്കാട്ടിയും കൂടുതൽ റിട്ടേൺസ് തരാൻ പൊട്ടൻഷ്യലുള്ള ടൈപ്പ് കമ്പനീസ് ആയിട്ട് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കമ്പനീസ് എപ്പോഴും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ലോങ് ടൈമിൽ ഒരു ഇതുപോലെയുള്ള ടൈപ്പ് ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് പിന്നീട് ജനറേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനീസൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളും ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കും ഒക്കെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാൻ നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ എല്ലാ കമൻറ്റിനുള്ള മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നവരെ എല്ലാവരും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ബാക്കി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.